റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കോഴിക്കോട് മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ആവശ്യത്തിന് സുരക്ഷാ ജീവനക്കാരില്ലാത്തത് ഗുരുതര പ്രതിസന്ധിയുണ്ടാക്കുന്നു. 20 സുരക്ഷാ ജീവനക്കാർ വേണ്ടിയെടുത്ത 5 പേർ മാത്രമാണുള്ളത്. ഒരു ദിവസം ജോലിക്കെത്തുന്നത് 2 പേരാണ്. ശനി ഞായർ ദിവസങ്ങളിൽ ഒരാൾ വീതം ജോലിക്കെത്തുന്നു. 2022 അന്തേവാസികളുടെ തർക്കത്തെ തുടർന്ന് ഇവിടെ ഒരാൾ കൊല്ലപ്പെട്ടിരുന്ന സാഹചര്യം കൂടി നമ്മൾ ഓർക്കണം. AK അഭിലാഷാണ് ചേരുന്നത്. അഭിലാഷ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പലപ്പോഴും ഈ കോഴിക്കോട് മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് ആളുകൾ ചാടിപ്പോകുന്നതും അല്ലെങ്കിൽ സംഘർഷം ഉണ്ടാകുന്നതും ഒക്കെ നമ്മൾ വാർത്തകൾ കണ്ടിട്ടുണ്ട്. ഒരു അതീവ സുരക്ഷ വേണ്ടുന്ന സ്ഥലത്താണ് 20 പേർ വേണ്ടിയെടുത്ത് 5 പേർ മാത്രമാണുള്ളത്. പക്ഷേ അതിൽ 2 പേരെ ജോലിക്കെത്തും. അവധിയൊക്കെ ആയിരിക്കാം. ശനി ഞായർ ദിവസങ്ങളിലാണെങ്കിൽ ഒരാൾ മാത്രം എത്തും. അപ്പോൾ എങ്ങനെയാണ് അവിടെ കാര്യങ്ങൾ നടന്നു പോകുന്നത്? വിനീത, വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. നമുക്കറിയാം 3 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 2022 ഫെബ്രുവരി മാസത്തിലാണ് ഇവിടെ 2 അന്തേവാസികൾ തമ്മിൽ അടിയുണ്ടാവുകയും അതിൽ ഒരാളെ തലയ്ക്ക് അടിച്ച് കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത്. പിന്നീട് വിവിധ തലങ്ങളിലൊക്കെ അന്വേഷണം നടത്തുകയും ഒക്കെ ചെയ്തു. അതോടൊപ്പം തന്നെ ഇവിടെ സുരക്ഷാ ജീവനക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ ഒരു നീക്കം നടത്തുകയും ചെയ്തു. 20 പേരുടെ നിയമിക്കാനായിരുന്നു അന്ന് മുഖ്യമന്ത്രി അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലെ തീരുമാനം. പിന്നീട് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖേനയും അതോടൊപ്പം തന്നെ സൈനിക വെൽഫെയർ ബോർഡ് മുഖേനയും ഒക്കെയായിരുന്നു ഇവിടെ ജീവനക്കാരെ നിയമിക്കുകയും ചെയ്തത്. കഴിഞ്ഞ ദിവസങ്ങൾ വരെ 6 പേരായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 710 രൂപ മാത്രമാണ് ഓരോ ജീവനക്കാരും ദിവസവേതനാടിസ്ഥാനത്തിൽ ഇവിടെ നിയമിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ഇങ്ങോട്ട് വരാൻ തയ്യാറായിരുന്നില്ല എന്നാണ് ഇവർ പറയുകയും ചെയ്തത്. ഏതായാലും പിന്നീട് പല ഇന്റർവ്യൂകൾ നടത്തിയെങ്കിൽ പോലും പലരും ഇങ്ങോട്ട് വരാൻ തയ്യാറാകാതിരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഏതായാലും ഇപ്പോൾ 5 പേരാണ് ഇവിടെ ഉള്ളത്. ഇതിൽ ഒരാൾ ഈ കാണുന്ന ഗേറ്റിലായിരിക്കും ഉണ്ടാവുക. ഈ ഗേറ്റിൽ നിന്ന് ഏതാണ്ട് 100 മീറ്റർ അകലെയായിട്ടാണ് ഈ ആശുപത്രിയുടെ മറ്റ് സംവിധാനം, അതായത് സെല്ലടക്കമുള്ളവ പ്രവർത്തിക്കുന്നത്. അതായത് ഈ ഗേറ്റിലായിരുന്നു ഒരു സുരക്ഷാ ജീവനക്കാർ ഉണ്ടാവുക. ഉള്ളിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അവിടെ എത്തുന്ന ആ ഒരു സമയം കൂടി വരുന്നു. അതോടൊപ്പം തന്നെ കായികക്ഷമതയുള്ള ആളുകളായതുകൊണ്ട് തന്നെ അവരെ കീഴ്പ്പെടുത്തുക എന്നതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് എന്നാണ് ഈ ജീവനക്കാർ തന്നെ പറയുന്നത്. ഈ 2 പേരെ വെച്ചുകൊണ്ട് മാത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് എന്ന് കൂടി ഇവർ പറയുന്നു. ഏതായാലും ഇവിടെ ഇന്റർവ്യൂ നടത്തിയ ആളുകളെ ക്ഷണിക്കുമ്പോൾ തന്നെ ഇവിടേക്ക് ആളുകൾ വരാൻ തയ്യാറാകാതിരിക്കുകയും അമിത ജോലിഭാരം അടക്കമുള്ള ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇവിടെ വലിയ തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ ഈ സുരക്ഷാ ഭീഷണി വലിയ തരത്തിൽ ഗൗരവമുള്ള വിഷയമായി മാറുന്നു. അതായത് പല ക്രിമിനൽ കേസിൽപ്പെട്ട ആളുകൾ കൂടി ഇങ്ങോട്ട് വരുന്ന ഒരു സാഹചര്യത്തിൽ അവർ ഇത് ചാടി പുറത്തു പോകാനുള്ള സാഹചര്യം കൂടിയുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇവിടെ സുരക്ഷ വർദ്ധിപ്പിക്കണം എന്നുള്ള ആവശ്യം കൂടി വരുന്നത്. അതോടൊപ്പം തന്നെ സ്ഥിര ജീവനക്കാരെ നിയമിക്കണം എന്നുള്ള ആവശ്യമാണ് പ്രധാനമായും ഉയർന്നു വരുന്നത്. ശരി, AK അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്.